ഹായ് ഹലോ ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ്. അപ്പോൾ മക്കൾ സ്കൂളിൽ വരാറായി. ഏകദേശം ഒരു 4 മണിയൊക്കെ ആവാറായി. ഇന്ന് മക്കൾക്ക് കഴിക്കാനായിട്ട് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ വിറകടുപ്പ് കത്തിച്ച് അതിലേക്ക് ഇഡ്ഡലി ചെമ്പ് വെക്കുകയാണ് കേട്ടോ. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അപ്പോൾ ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മധുരപലഹാരങ്ങളൊക്കെയാണ് കേട്ടോ കുട്ടികൾക്ക് ഇവിടെ കൂടുതലിഷ്ടം. അതുപോലെ തന്നെ നാടൻ ഐറ്റംസൊക്കെ നല്ല ഇഷ്ടമാണ്. മഴ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ വാഴൻ്റെ ഇലയൊക്കെ ആദ്യം തന്നെ വെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് പാടമാണ്. ആ പാടത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു വാഴത്തോട്ടമുണ്ട്. അതിലുള്ള ഒരു വാഴൻ്റെ ഇലയാണ് കേട്ടോ നമ്മളെടുത്ത് വന്നത്. ചെറു ചൂടുള്ള വെള്ളം മാവിലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്തത്. ആ വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങയും പഞ്ചസാരയും മിക്സാക്കി എടുത്തതും കൂടി അതിൻ്റെ മുകളിൽ വിതറി ഒന്ന് അടച്ചെടുക്കുകയാണ്. ശർക്കര വെച്ചിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. ഇതിൽ സെന്നുവിൻ്റെ വണ്ടി വന്നു. അവളെ കൂട്ടാനായിട്ട് പോയി. കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള വീഡിയോയും കൂടി നമ്മളെടുത്തത്. പുറത്തിപ്പോഴും നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ച് വരാറായി. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഓരോ ഇലകൾ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തീയൊക്കെ കത്തിച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം വേവിച്ചെടുത്തു. അങ്ങനെ മക്കൾക്ക് ചായയൊക്കെ കൊടുത്തു കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം 7 മണിയൊക്കെ ആവാറായി. മോൻക്ക് കുറുക്ക് കൊടുക്കാൻ സമയമായിട്ടോ. അപ്പോൾ അവന് സാധാരണ കായപ്പൊടിയും അതേപോലെ തന്നെ അവരേരി പൊടിച്ചതൊക്കെയാണ് കൊടുക്കൽ. അവൻ്റെ പൊടികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ പൊടികളൊക്കെ എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇന്ന് സെർലാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടി വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് നമ്മുടെ പൊടിയിലേക്ക് നന്നായിട്ട് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊക്കെ ഇല്ലാതെ ഉടച്ചെടുക്കുകയാണ്. മോൻക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കിയുള്ള പണിയും കൂടി ചെയ്യുകയാണ്. അപ്പോൾ അലക്കി കൊടുന്ന് വെച്ച തുണികളൊക്കെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ മക്കൾ എന്നെ ഒന്ന് സഹായിക്കുന്നുണ്ട് കേട്ടോ. അവരെടുത്ത് വെച്ച സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ അവരും ചെയ്യലുണ്ട്. രാവിലത്തേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബീൻസാണ് കേട്ടോ നാളെ രാവിലെ നമ്മൾ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മത്തൻ കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ നമുക്ക് ഉണ്ടാക്കുവാൻ വളരെ എളുപ്പത്തിൽ നമ്മുടെ ജോലികളൊക്കെ തീർക്കാം. കുറച്ച് സമയം നമ്മൾ അടുക്കളയിൽ ചിലവഴിച്ചാൽ മതി. പൊടികളൊക്കെ പൊട്ടിച്ച് പാത്രത്തിലാക്കുകയാണ്. അപ്പോൾ നവരേരി കായപ്പൊടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ അവന് കൊടുക്കൽ. അജു അവിടെ കളിക്കുന്നുണ്ട്. മക്കളിവിടെ ചോറുന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം പാത്രത്തിലാക്കിയിട്ട് ബാക്കിയുള്ള പണിയും കൂടി ചെയ്യാണ്. അപ്പോൾ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഇതിനിടയിൽ അജുവിനെ തൊട്ടിയിലിട്ട് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കൂടെ തന്നെ ഫെല്ലും സെന്നും ഉറങ്ങി. ഇപ്പോൾ സമയം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കണ്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.